പ്ലീസ്. ശ്വേതേ പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക്. ശ്വേതേ, ഇപ്പോഴൊട്ട് വൈകിട്ടില്ല. നീ ദയവ് ഇത് ഇറങ്ങി വാ, നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. വേണ്ട നിവേദിത, ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് തീരുമാനിച്ചേ പറ്റൂ. പിന്തിരിയുന്ന പ്രശ്നമില്ല. അളിയ വണ്ടി നിർത്തിക്കേ. ആ പറയടാ അളിയ. ശ്വേത ഇപ്പൊ വീട്ടിൽ നിന്ന് കാർ കൊടുത്തിറങ്ങി. ഓ ശരി ശരി, ഞാൻ നോക്കിക്കോളാം. നീ അവളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണേ. ശ്രദ്ധിച്ചോണേ കണ്ണാ, അവൾ ചില്ലറക്കാരിയാണെന്നൊന്നും കരുതണ്ട. അവൾക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ നൈസായിട്ട് വേണം ഫോളോ ചെയ്യാൻ. ഓക്കെ അളിയ, ആ കാര്യം ഞാനിട്ടു. ഒരു കാര്യം ചെയ്യ്, നീ വണ്ടി എടുക്കുക. അവനെന്തായാലും അവളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഭഗവതി, എന്റെ ജീവിതത്തിൽ നല്ല ഒന്നും സംഭവിപ്പിക്കില്ലെന്ന് നീ തീരുമാനിച്ചിരിക്കുകയാണോ? ഈ ലോകത്തിൽ എനിക്ക് മറ്റാരും ഇല്ലെന്ന് അറിയാലോ. ആകെയുള്ള സ്വന്തം എന്റെ അമ്മയും മുത്തശ്ശി മാത്ര. അവരെ രണ്ടുപേരെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകരുത്. ഞാൻ എങ്ങനെ ഇപ്പൊ അവരെ രക്ഷിക്കുക? നീ എന്റെ അമ്മയും മുത്തശ്ശി എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയാ ഞാൻ വല്ല വിഷവും കഴിച്ച് ആത്മഹത്യ ചെയ്യും. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തില് കല്യാണത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ആലോചിക്കാതെ എടുത്തിയാടി ഒന്നും ചെയ്യല്ലേ. അതെ അമ്മേ, സൂക്ഷിച്ചു ചെയ്യണം. അതെ ശാരദേ, ആ പെണ്ണിനും ചെറുക്കനെയും കാണാൻ എന്തൊരു പൊരുത്തമായിരുന്നല്ലേ. ആഘോഷമായിട്ട് അവർ ഈ കല്യാണം നടത്തിയേ. ഇതുപോലെ നമ്മുടെ മണിക്കുട്ടിക്ക് ഒരു കല്യാണം നടന്നിരുന്നെങ്കിൽ സമാധാനത്തോടെ എനിക്കങ്ങ് മരിക്കായിരുന്നു. എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ ഇപ്പം മരണത്തെ പറ്റിയൊക്കെ പറയുന്നത്? അവളും മുരളിയും അല്ലാതെ ആരെയും കല്യാണം കഴിക്കില്ലല്ലോ. എനിക്ക് വിശ്വാസമുണ്ട് മുരളിയുടെ അവളുടെയും കല്യാണം നടക്കും. കുറച്ച് വൈകുമായിരിക്കും. എല്ലാ ഭാരവും ആ ദേവിയെ ഏൽപ്പിച്ച് നമുക്ക് കാത്തിരിക്കാം. സമയമാകുമ്പോൾ അവള് നടത്തിക്കോളും. എന്തൊരു വെയിലാ ശാരദ, ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാര് ശാരദ? എവിടെ പോയിട്ട് വരുവാ? അപ്പുറത്തെ ഗ്രാമത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. വരുന്ന വഴി ബസ്സിന്റെ ടയർ അങ്ങ് പഞ്ചറായി. കുറച്ച് ദൂരല്ലേ ഉള്ളൂ. രണ്ടുപേരും വർത്താനം പറഞ്ഞ് നടന്നങ്ങ് എത്തിക്കുള്ളൂ. എന്നാ കയറി ഇരിക്കും ശാരദേ. പോകുന്ന വഴിക്കല്ലേ നിന്റെ വീട്. ഞാൻ ഇറക്കി വിട്ടേക്കാം. സാരമില്ല ചേച്ചി, നിങ്ങൾ പൊയ്ക്കോളൂ. വെറുതെ എന്തിനാ ബുദ്ധിമുട്ട്? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. നിന്റെ അമ്മയ്ക്ക് പ്രായമായതല്ലേ ശാരദേ. വെയിലത്ത് പാവം തളർന്നിട്ടുണ്ടാവും. ശരി, വാ അമ്മേ, കേറി.
ഇതാരാ? കണ്ണനാണല്ലോ. ആ പറ കണ്ണ. ശങ്കര, നീ പറഞ്ഞ സ്ഥലത്ത് അവൾ എത്തിയിട്ടുണ്ട്. ആ നീ വരാൻ വേണ്ടി അവള് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. നിക്കട്ടെ. വേറെ ആരെങ്കിലും അവളുടെ കൂടെ വന്നിട്ടുണ്ടോ? അവളെ വിശ്വസിക്കാനേ പറ്റത്തില്ല. കാരണം അവൾ ജനിച്ച് വീണതേ ക്രിമിനലായിട്ട് തന്നെ. അതുകൊണ്ട് നീ നല്ലപോലെ ഒന്നുകൂടെ നോക്കിയിട്ട് പറ. ഇല്ല ശങ്കര, അവളുടെ കൂടെ വേറെ ആരും ഇവിടെ ഇല്ല. അവളിവിടെ തനിച്ചാ നിൽക്കുന്നത്. ആള് കുറച്ച് പേടിച്ചിരിക്കുന്ന പോലെ ഉണ്ട്. ശരി കണ്ണ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. നീ വെക്ക്. എന്തായാലും കൊള്ളാം. ഞാൻ വിചാരിച്ചതിനേക്കാളിലും നീ ഈ ഒരു കാര്യത്തിൽ നല്ലൊരു തീരുമാനം എടുത്തല്ലോ. ഞാൻ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് തന്നെ നീ എത്തിയല്ലോ. മതി, നിർത്തറ. നിന്റെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. വേഗം വാടാ. ഓഹോ, വെരട്ടി കാര്യം നേടാൻ ഇതെന്താ നിന്റെ വീടാണെന്ന് വിചാരിച്ചു? ഇവിടെ ഞാൻ പറയുന്നത് നീ കേട്ടാ മതി, മനസ്സിലായോ? ശരി, നീ ഒരു കാര്യം ചെയ്യും. എനിക്കിപ്പോ എന്റെ മൂഡ് ചേഞ്ച് ആയിരിക്കും. അതുകൊണ്ട് നീ നമ്മുടെ ഗ്രാമത്തിന്റെ അതിർത്തിയില്ലേ, അങ്ങോട്ടേക്ക് വാ. എടാ, നീ എന്താ കുഞ്ഞു കളിക്കാ? ഹലോ, അങ്ങനെ കളിയാക്കാൻ ഞാനെന്താ നിന്റെ പഴയ കൂട്ടുകാരൻ രാജേഷ് ആണെന്ന് വിചാരിച്ചോ? അതോ നീ കെട്ടാൻ പോകുന്ന നിന്റെ മുറച്ചിറക്കൻ മുരളിയോ? എടാ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വാ. ശരി, ഞാൻ വരാം. ആ പിന്നെ വേറൊരു കാര്യം കൂടി, നീ നിന്റെ കാറയിലൊന്നും കേറി വരണ്ട, നടന്നു വന്നാ മതി. ഒന്ന് പോടാ. ഇപ്പൊ ഒരു വെയിലത്തൊന്നും എനിക്ക് നടക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ തെളിവുകൾ കിട്ടുമെന്ന് നീയും വിചാരിക്കണ്ട. ഫോൺ വെച്ചിട്ട് മോള് സ്ഥലം വിടാൻ നോക്ക്. ഹേയ്, നിക്ക. വേണ്ട, ഞാൻ വന്നോളാം. ആ എങ്ങനെയാ വരണ്ടേന്നൊന്ന് പറ. അതാണ്. അപ്പോ ശ്വേതമോളെ, നിന്റെ സൈഡിലായിട്ട് ഒരു വഴി അങ്ങോട്ട് നീണ്ടു കിടക്കുന്നത് കണ്ടോ? ആ, ഉണ്ട്. ആ വഴി കൂടി മക്കൾ പതിയെ അങ്ങ് നടന്നു പോവാ. 1.5 കിലോമീറ്റർ കഴിയുമ്പോഴേ ഗ്രാമത്തിന്റെ അതിർത്തി കാണാം. നീ അവിടെ വെയിറ്റ് ചെയ്യേ. അത് കഴിയുമ്പോ ഞാൻ പറയാം നീ എന്ത് ചെയ്യണം. ഛെ. അയ്യോ, ഇതേത് സ്ഥലം? ഇത് തന്നെയല്ലേ ശ്വേത ചേച്ചി പറഞ്ഞ? എവിടെങ്ങും ആരും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ആരോട് പോയി ചോദിക്കും? എന്റെ ഭഗവതി, നീ എന്തിനാ എന്നിങ്ങനെ പരീക്ഷിക്കുന്നേ?
ഒന്നും മനസ്സിലാവുന്നില്ല. ഈ വണ്ടി എന്താ പുറകോട്ട് പോകുന്നു? ശ്വേത ചേച്ചി ശ്വേത ചേച്ചി ചേച്ചി മാറ് മാറ് ശ്വേത ചേച്ചി ചേച്ചിക്കൊന്നും പറ്റിയില്ലല്ലോ അയ്യോ അയ്യോ എനിക്കെന്റെ കൈ വേദനിക്കുന്നു സാരമില്ല അയ്യോ അയ്യോ ചോര എന്റെ കൈ വേദനിക്കുന്നു അയ്യോ കരയല്ലേ എന്താ ചേച്ചി ഇത് എന്നെ തനിച്ചയച്ചു എന്നുള്ള വിഷമം കാരണം എന്റെ പുറകെ ഓടിപ്പോന്നല്ലേ ഞാൻ കാരണമാണല്ലോ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നോട് ക്ഷമിക്കുക ചേച്ചി അതൊക്കെ എനിക്ക് സൂക്ഷിച്ച് ഞാൻ പിടിക്കാം പാവം എന്റെ ചേച്ചി അതൊക്കെ അയ്യോ ഭയപ്പെടാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. നന്നായി ഒന്ന് ഉറങ്ങി എണീറ്റ് എല്ലാം ശരിയായിക്കോളൂ. ആ വീഴ്ചയെ ശരിക്കും ഒന്ന് പേടിച്ചതാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്താൽ മതി, ഞാൻ എത്തിക്കോളാം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ശ്വേത ചേച്ചി അമ്മ എന്നെ ഫോൺ ചെയ്തിരുന്നു. അമ്മയും മുത്തശ്ശിയും യാതൊരു കുഴപ്പമില്ലാതെ വീട്ടിലെത്തിയിട്ടുണ്ട്. ബസ് ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയിന്ന്, ആക്സിഡന്റ് ആയിന്നൊക്കെ ചുമ്മാ പറഞ്ഞതാ. മനഃപൂർവ്വം ആരോ ഒരാള് നമ്മളെ ഫോൺ ചെയ്ത് കളിപ്പിച്ചതാ. എന്റെ അമ്മയെ ഞാൻ ശരിക്കും വഴക്ക് പറഞ്ഞു കേട്ടോ. അമ്മ കാരണമല്ലേ അമ്മയെ തേടി നമ്മള് രണ്ടുപേരും പോയതും ശ്വേത ചേച്ചിക്ക് പരിക്ക് പറ്റിയതും ഒക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് ശ്വേത ചേച്ചി? ഞാൻ പോയി ചേച്ചിക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വരട്ടെ. എന്താ ശ്വേതേ, നീ എന്താ കുട്ടികളെ പോലെ പെരുമാറുന്നേ? നമ്മുടെ ഈ വീട് വിട്ട് വെളിയിൽ പോകുന്നത് ആപത്താണെന്ന് അറിഞ്ഞിട്ടും നീ പിന്നെ എന്തിനാ ഈ നാട് തന്നെ വിട്ടു പോവാൻ നോക്കിയേ? ഈ കാര്യം ഇവരെല്ലാവരും കൂടി ഒന്നു ചേർന്ന് മറച്ചു വെച്ചിട്ട് എന്നോട് കള്ളത്തരം കൂടി പറയുകയും ചെയ്തു. ആ വണ്ടി എങ്ങാനും ഇടിച്ചിരുന്നെങ്കിൽ എന്തായേനെ? ശരി, അതൊക്കെ പോട്ടെ. കൂടുതൽ സ്ട്രെയിൻ ചെയ്യാതെ നീ റെസ്റ്റ് എടുക്ക്, മനസ്സിലായോ? ഇവളെ നന്നായി നോക്കിക്കോണേ. ഞാനങ്ങോട്ട് പോട്ടെ. എന്താ ശ്വേത, നീ എന്താ എന്നോട് പറയാതെ പോയത്? പറഞ്ഞാൽ ഞാനും നിന്റെ കൂടെ വരില്ലായിരുന്നോ? അത് നിനക്ക് മനസ്സിലാവില്ല. ആ പൗർണമിയുടെ ശരീരം വണ്ടിക്കടിയിൽ ചതഞ്ഞറിയുന്നത് കാണാനുള്ള കൊതിയുണ്ടാ ഞാൻ പോയേ. പക്ഷെ അതിങ്ങനെയായി തീരുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. ആ വാനിന്റെ ഡ്രൈവറെ എങ്ങാൻ എന്റെ കയ്യിൽ കിട്ടിയോ ഞെക്കി കൊന്ന് ചോര കുടിക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച കാര്യം തീരുമാനിച്ചിട്ട് എന്റെ പുറകെ വന്ന് എന്നെ കൊല്ലാൻ തീരുമാനിക്കാം. മഹേഷേ, എനിക്ക് അവനെ കണ്ടേ തീരൂ. എന്താ ശരിക്കും സംഭവിച്ചെന്ന് എനിക്ക് അവനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. ശരി ശ്വേത,
എങ്ങനെയുണ്ട് ശ്വേത? സൂക്ഷിച്ചെഴുന്നേക്കും. സൂക്ഷിച്ച്. മണിക്കുട്ടി, ശ്വേതയ്ക്ക് എന്താ പറ്റി? വാ നോക്കാം. നെറ്റിയില് ചെറുതായിട്ടൊരു മുറിവേ പറ്റിയിട്ടുള്ളൂ. ഡോക്ടർ വന്നിട്ട് കുറച്ച് മുമ്പാ പോയേ. എന്താ സംഭവിച്ച ശ്വേത? മുരളിയേട്ടാ, എനിക്കൊരു ഫോൺ വന്നിരുന്നു. ആ ഫോൺ കോളില് പൗർണമിയുടെ അമ്മയും മുത്തശ്ശിയും പോയ ബസ് ആക്സിഡന്റ് ആയി എന്നും പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി പൗർണമി ഇവിടുന്ന് പോയി. അവള് പോയ പുറകെ വീണ്ടും എനിക്കൊരു ഫോൺ കോൾ വന്നു. മുരളിയേട്ടന്റെ ജീപ്പ് ആ ബസ്സിലിടിച്ച് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞാനും അങ്ങോട്ട് ഓടി. ശ്വേത ചേച്ചി, ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. മുരളിയേട്ടനും ആക്സിഡന്റ് ആയി അവൻ കള്ളം പറഞ്ഞോ? അവനെങ്ങാനും എന്റെ കൈ കിട്ടിയാ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. ഇതിപ്പോ ആരാ ഇങ്ങനെ ഫോൺ വിളിക്കാനായിട്ട്?